എല്ലാവർക്കും വർക്ക്ഷോപ്പ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു 4 ഇൻഡിക്കേറ്ററിൻ്റെ വീഡിയോ ആണ്. നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് നമ്മൾ ഇൻഡിക്കേറ്ററിന് സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം 4 ഇൻഡിക്കേറ്ററിന് സ്വിച്ച് ഓൺ ആക്കിയാൽ നമുക്ക് 4 ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുമായിരുന്നു. അതായത് നമ്മുടെ ഹസാർഡ് ലൈറ്റ് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ പലരും ആ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരുന്നു ഒരു സിംഗിൾ സ്വിച്ചിൽ എങ്ങനെയാണ് നമ്മളൊരു ഹസാർഡ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു 4 ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ല ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാനും പെട്ടെന്ന് നിങ്ങൾക്ക് കാണാനൊക്കെ സാധിക്കും. അപ്പോൾ മറക്കാതെ ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ MTയിലാണ് നമ്മുടെ 4 ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ സീറ്റ് ഒന്ന് അഴിച്ച് മാറ്റണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് റിലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓരോ വണ്ടിയിൽ ഈ റിലേ വരുന്നതിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ MTൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. നമുക്ക് ഈ ഒരു രീതിയിൽ എല്ലാ വണ്ടിയിലും സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് അതിൻ്റെ റിലേ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റിലേ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒന്നാമത്തെ മാർഗ്ഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിലേൻ്റെ ആ ഒരു സർക്യൂട്ട്, അതായത് നമ്മുടെ ആ ഒരു 4 ഇൻഡിക്കേറ്ററിൻ്റെ റിലേയിൽ വരുന്ന സർക്യൂട്ടിൻ്റെ ആ ഒരു കണക്ടർ, നിങ്ങൾ ഈ കാണുന്ന വെള്ള നിറത്തിലുള്ള ആ ഒരു കണക്ടർ L ഷേപ്പിലായിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് ഒന്നാമത്തെ ഒരു എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു വഴി. രണ്ടാമതായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഒന്ന് ഓണാക്കുക. വണ്ടി ഓണാക്കിയിട്ട് ഇൻഡിക്കേറ്റർ ഇപ്പോൾ നമുക്ക് ഇതിനകത്തും കത്തുന്ന കാണാം. അതിനുശേഷം നമ്മൾ ആ റിലേ ഒന്ന് അഴിച്ചു നോക്കുക. അപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ ഓഫ് ആണെന്നോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നോക്കിയപ്പം നമ്മുടെ ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ അത് റിലേ ആണെന്ന് ഉറപ്പിച്ച് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ തിരിച്ച് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് നമ്മുടെ റിലേ അതാണ്, സെയിം ആണ്, നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രണ്ട് രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു കവറും കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിനുള്ളിലാണ് വയറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എല്ലാ വണ്ടികളിലും സെറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്കൂട്ടിയിലോ ബൈക്കിലോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പഴയ പൾസറുകളിൽ നമ്മുടെ ഈ സെൻസർ വരുന്ന, അതായത് 5 മിനിറ്റ് കഴിയുമ്പോൾ ഓഫായി പോകുന്ന സെൻസർ വരുന്ന വാഹനങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അല്ലാത്ത എല്ലാ വാഹനങ്ങളിലും എല്ലാ സ്കൂട്ടികളിലും നമുക്ക് അല്ലെങ്കിൽ ബൈക്കുകളിലും ഒക്കെ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു രീതി തന്നെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന 4 വയറുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഗ്രീന് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷനാണ്. അതുപോലെ തന്നെ ബ്രൗണും നമുക്ക് ഇൻഡിക്കേറ്ററിനാണ് വരുന്നത്. ബാക്കി 2 ബ്ലാക്ക് അതിൻ്റെ നെഗറ്റീവാണ്. അപ്പോൾ അതിൻ്റെ കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ റിലേയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ റിലേയിൽ 2 വയറാണ് വരുന്നത്. ഒരു ഓറഞ്ച് വയറും അതുപോലെ ഒരു ഓറഞ്ചിൽ വൈറ്റ് ലൈനുള്ള ഒരു വയറുമാണ് വരുന്നത്. അപ്പോൾ ഈ 2 വയറുകളാണ് നമുക്ക് ഈ ഒരു റിലേയിൽ വരുന്നത്. പൊതുവെ റിലേയിൽ 2 വയറുകളാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു വയർ നമ്മൾ ഫ്രണ്ടിലൊന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ആ ഒരു സ്വിച്ച്, ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു സ്വിച്ച് സെറ്റിൽ നിന്ന് വരുന്ന വയർ നമ്മളൊന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു വയർ ഈ ഒരു താഴെയുള്ള ഈ 2 ക്ലിപ്പുകളിലേക്കാണ് വന്ന് കയറുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഓറഞ്ച് വയർ നമുക്ക് കാണുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ചിൽ ആ വൈറ്റ് ലൈനുള്ള ആ ഒരു വയർ നമുക്ക് കറക്റ്റ് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വാഹനങ്ങളിലും ഇതുപോലെ നമ്മുടെ ആ ഒരു ഇൻഡിക്കേറ്റർ സെക്ഷനിലേക്ക് ആ ഒരു വയർ നമ്മുടെ റിലേയിൽ നിന്ന് വരുന്നുണ്ടാവും. അപ്പോൾ നമ്മളിതൊന്ന് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് നോക്കുവാണ്. അപ്പോൾ ഓറഞ്ചിൽ വൈറ്റ് ലൈനുള്ള വയർ നമ്മുടെ ഇൻഡിക്കേറ്ററിലേക്ക് പോകുന്നുണ്ട്, അതായത് നമ്മുടെ റിലേയിൽ നിന്ന് പോകുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്വിച്ചാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്വിച്ചിലേക്ക് നമ്മൾ ഇതുപോലെ ഡയോഡും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്വിച്ച് വേണം. ഇതിന് ഏകദേശം ഒരു 60 രൂപയോളം വില വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഏത് സ്വിച്ചും ഉപയോഗിക്കാം. അപ്പോൾ അത് ഏത് തരത്തിലുള്ള സ്വിച്ച് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പിന്നെ വേണ്ട ഇതുപോലത്തെ 2 ഡയോഡാണ്. ഇത് 6 ആംസിൻ്റെ 2 ഡയോഡാണ്. ഇലക്ട്രോണിക് ഷോപ്പുകളിൽ കിട്ടും. ഏകദേശം ഒന്നിന് 10 രൂപ വരുന്നുള്ളൂ. അപ്പോൾ ടോട്ടൽ 20 രൂപയ്ക്ക് 2 ഡയോഡ് നമുക്ക് കിട്ടും. പിന്നെ വേണ്ട ഒരു 2 കഷ്ണം വയറാണ്. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആ ഒരു ഡയോഡിൻ്റെ നെഗറ്റീവ് ഭാഗം, അതായത് ആ ഒരു സിൽവർ ലൈൻ ഇല്ലാത്ത 2 ലെഗുകൾ നമ്മൾ പിരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിൽവർ ലൈനുള്ള ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ടിട്ട് സിൽവർ ലൈൻ ഇല്ലാത്ത ഡയോഡിൻ്റെ 2 ഭാഗങ്ങൾ നമ്മളൊന്ന് പിരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മൾ ആ 2 കണക്ടറുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയുവാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ സ്വിച്ചിൽ നിന്ന് വരുന്ന 2 വയറുകളിലുള്ള കണക്ടറാണ്, അതിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ ആ പിരിച്ചു വെച്ച ആ ഭാഗത്തേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു വയർ, സ്വിച്ചിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു വയർ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് സോൾഡറിങ് ആണ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ പിരിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇൻസുലേഷൻ ടൈപ്പ് ചുറ്റി കൊടുത്താൽ മതി. സോൾഡർ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. എൻ്റെ അടുത്ത് സോൾഡറിങ് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ സോൾഡറിങ് ഇല്ലോ എന്നുള്ള വിഷമമൊന്നും വേണ്ട. നിങ്ങൾക്ക് പിരിച്ചിട്ട് സെല്ലോ ടൈപ്പ് അല്ലെങ്കിൽ ഇൻസുലേഷൻ ടൈപ്പ് നന്നായിട്ട് ചുറ്റി കൊടുത്താൽ മതി. വെള്ളം കയറാതിരിക്കാം, അത്രയും ഒരു കാര്യമേ നമുക്ക് നോക്കേണ്ടതുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സ്ലീവ് ഇടുവാണ്, അല്ലെങ്കിൽ ഹീറ്റ് ഷിങ് ട്യൂബ് എന്നൊക്കെ പറയും. ഇത് നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പുകളിൽ കിട്ടും. അപ്പോൾ ഇതിടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കയറാതിരിക്കാൻ ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ കൊടുക്കുന്നേ. അത് ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഇൻസുലേഷൻ ടൈപ്പ് ഒന്ന് ചുറ്റുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ലെഗിൻ്റെ നീളം ഒന്ന് കുറച്ചിട്ട് നമ്മളൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾ സോൾഡർ ചെയ്യണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് ഇൻസുലേഷൻ ടൈപ്പ് കിട്ടിയാൽ മതി. അപ്പോൾ സോൾഡറിങ്ങൾ ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ നമ്മളതൊന്ന് വൃത്തിയായിട്ട് സോൾഡർ ചെയ്തു. നമ്മൾ ആ ട്യൂബും കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നോട്ട് കയറ്റി വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതൊന്ന് സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു ട്യൂബിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ഒരു ഷ്രിങ്ക് ട്യൂബിൻ്റെ അല്ലെങ്കിൽ സ്ലീവ് എന്ന് പറയും, അതിന് ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മൾ അത് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അതൊന്ന് സെറ്റായിരിക്കും. അപ്പോൾ പെട്ടെന്നൊന്നും ഷോർട്ട് ആകത്തൊന്നുമില്ല, നല്ല വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ അതിനൊക്കെ ആയിട്ടാണ് നമ്മൾ ആ ഒരു സ്ലീവ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളൊരു മെഴുകുതിരി കത്തിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുവാണ്. അപ്പോൾ നമ്മളത് നല്ല വൃത്തിക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നത്. എന്നാലും നമ്മളിതിൻ്റെ മുകളിൽ ഇനി ഇൻസുലേഷൻ ടേപ്പ് ചുറ്റുവാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും വരാതിരിക്കാനും പിന്നെ ബോഡിയായിട്ട് ടച്ച് ആവാതിരിക്കാനൊക്കെയാണ് നമ്മൾ നന്നായിട്ട് ഇൻസുലേഷൻ ടേപ്പ് ചുറ്റുന്നത്. നിങ്ങൾ സ്ലീവ് ഇട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ താഴെ കാണുന്ന 2 ലെഗ്സ് ഉണ്ടല്ലോ, നമ്മൾ 2 വയർ സോൾഡർ ചെയ്തേക്കുന്നത്, അത് സെപ്പറേറ്റ് ആയിട്ട് ആദ്യം ഒന്ന് ഇൻസുലേഷൻ ടേപ്പ് ചുറ്റണം. അതിനുശേഷം വേണം ബാക്കി ഇൻസുലേഷൻ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി ഇൻസുലേഷൻ. അപ്പോൾ നമ്മളത് ഏകദേശം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടിയിലേക്ക് കണക്ട് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ സ്വിച്ച്. അപ്പോൾ ഇത് വണ്ടിയിലേക്കൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു പൊസിഷൻ നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു ക്ലാമ്പ് ഉണ്ട്, അടിയിലായിട്ട് 2 സ്ക്രൂ ഉണ്ട്. അപ്പോൾ ആ 2 സ്ക്രൂ അഴിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലാമ്പ് അഴിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ ഈ ഒരു സ്വിച്ച് തന്നെ ഉപയോഗിക്കുന്ന ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് വേറെ ഏത് തരത്തിലുള്ള സ്വിച്ച് ഉപയോഗിക്കാം. അതായത് ഓൺ ഓഫ് സ്വിച്ച് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് ഹാൻഡിൽ ബാറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മുകളിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ കൺവീനിയൻസ് പോലെ നമുക്ക് ഏതാണോ എളുപ്പം അവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ താഴെയാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഹാൻഡിൽ ബാറിൻ്റെ ആ ഒരു ബേസിനോട് ചേർന്നിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടൈറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരു സൈഡ് ആദ്യം ഫുൾ ടൈറ്റ് ചെയ്തതിന് ശേഷം മറ്റേ സൈഡ് ടൈറ്റ് ചെയ്യാൻ നോക്കുക. അതിൻ്റെ ഇഷ്ടത്തിന് നിങ്ങളൊന്ന് നല്ല രീതിയിലൊന്ന് ഫിക്സ് ആയിരിക്കണം, അവിടെ നിന്ന് നന്നായിട്ട് ക്ലാമ്പ് ആയിരിക്കണം. അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അഥവാ നിങ്ങളുടെ ഹാൻഡിൽ ബാറിന് ചെറിയ ലൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആ ഒരു സ്വിച്ച് ഇതാക്കുമ്പോൾ ഇളകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനോട് ഒരു ചെറിയൊരു റബ്ബറിൻ്റെ ഒരു പീസ് കയറ്റി വെക്കുക. ഒരു ചെറിയ ട്യൂബിൻ്റെ പീസൊക്കെ കയറ്റി വെച്ചിട്ട് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്വിച്ച് നല്ല ഫിക്സ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ വയർ നമ്മൾ മുൻവശത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ആ മീറ്ററിൻ്റെ ഗ്യാപ്പിലൂടെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ വന്ന് ആ ഒരു വയറും ആ ഡയോഡും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ വയറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ബ്ലാക്ക് വയറാണ് നമ്മൾ ആ ഒരു വയർ നമ്മൾ ഓറഞ്ച് വയർ കണ്ടുപിടിച്ചിരുന്നു റിലേയിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു പുറത്തെ ഇൻസുലേഷൻ നമ്മളൊന്ന് കളയുവാണ്. നല്ല ഇച്ചിരി നീളത്തിൽ തന്നെ കളയണം, എന്നാലേ ക്ലിപ്പിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ ആ ഓറഞ്ച് വയർ, നമ്മൾ ഓറഞ്ചിൽ വെള്ള വരെയുള്ള ആ ഒരു വയറിലേക്കാണ് നമ്മൾ ഈ ഒരു ബ്ലാക്ക് വയർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലിപ്പിനകത്തേക്ക് നമ്മൾ ജസ്റ്റ് ഇറക്കി വെക്കുക ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള വയറിങ്ങിൽ കട്ടിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ വാറണ്ടിയും കാര്യങ്ങളൊന്നും പ്രശ്നമാകുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ട് ആ ക്ലിപ്പിലേക്ക് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആ ക്ലിപ്പ് ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഓറഞ്ച് വയറിലേക്ക് തന്നെ കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, വേറെ വയറിലേക്ക് മാറിപ്പോരുത്. ഓറഞ്ചിൽ വൈറ്റ് ലൈനുള്ളത്. അപ്പോൾ എം ടിക്ക് ഇതിനകത്ത് ഓറഞ്ചിൽ വൈറ്റ് ലൈനുള്ള വയറാണ് വരുന്നത്. ഓരോ വണ്ടികൾക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ ഒരു വയർ നിങ്ങൾ റിലേയിൽ നിന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അത് മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ആ വയറിൻ്റെ ബാക്കി എൻഡും കാര്യങ്ങളൊന്നും പുറത്തേക്ക് നിൽക്കുന്നില്ല. അതായത് ബോഡി ടച്ച് ആയാലും ഷോർട്ട് ആവത്തില്ല, കാരണം കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി അഥവാ നിങ്ങളുടെ പുറത്തേക്ക് ജസ്റ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻസുലേഷൻ ടേപ്പ് ആ ഒരു ക്ലിപ്പിന് മുകളിൽ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇനിയുള്ള 2 വയറുകളാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആ വയറുകളാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ 2 വയറിലേക്കാണ് കൊടുക്കുന്നത്. ഇതിൽ വരുന്നത് ബ്ലാക്കും ഗ്രീനും ഇത് റൈറ്റ് സൈഡിലും, അതുപോലെ തന്നെ ബ്രൗണും ബ്ലാക്കും ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ബ്ലാക്ക് വയറുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നില്ല. നമുക്ക് ആകെ വേണ്ടത് ഗ്രീനും ബ്രൗണുമാണ്. അതാണ് പോസിറ്റീവ് വയർ. അപ്പോൾ നമ്മൾ ഗ്രീൻ വയറിൻ്റെ ക്ലിപ്പ് നമ്മൾ അഴിച്ചെടുത്തു. അതിനുശേഷം ആ ഒരു കണക്ടറിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു വയർ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വയർ, ഇന്ന വയറൊന്നുമില്ല, ഏതെങ്കിലും ഒരു വയർ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിലേക്ക് കയറ്റിയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക. ലൂസായി പോകാതിരിക്കാൻ പാകത്തിന് നിങ്ങൾ വേണം ചെയ്യാൻ. ലൂസായി പോയാൽ പിന്നെ അത് പണിയാവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കറക്റ്റ് ഒന്ന് കയറ്റിയിട്ട് മടക്കി വെക്കുക. അപ്പോൾ ഒരു തരത്തിൽ നമ്മൾ വയറോ കാര്യങ്ങളോ കട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വാറണ്ടി ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരില്ല. നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. വയറുകൾ മാറിപ്പോവാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിനകത്ത് ബ്രൗൺ വയറിലേക്കാണ് അടുത്ത് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഊരിയെടുക്കുവാണ്. എന്നിട്ട് നമ്മൾ ഗ്രീൻ വയർ കൊടുത്ത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വയർ കൂടെ കണക്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് വണ്ടിയിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ സ്കൂട്ടിയോ ബൈക്കോ ഏത് വണ്ടിയിലും നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വയറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീനിലും ബ്രൗണിലും 2 വയറുകൾ, അതായത് ഈ 2 വയറുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് 2ഉം ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്, നോർമൽ വയറിങ് പോലെ തന്നെയുള്ളത്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് നോക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്ക് ഇട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലെ ഇൻഡിക്കേറ്ററുകളൊക്കെ പക്കയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല.
ഇനി നമ്മൾ ആ ഇൻഡിക്കേറ്റർ ഓഫാക്കി. അതിനുശേഷം നമ്മൾ ആ ഒരു സ്വിച്ച് നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്ത 4 ഇൻഡിക്കേറ്റർ സ്വിച്ച് നമ്മൾ ഓണാക്കി. അപ്പോൾ നമ്മുടെ ഹസാർഡ് ലൈറ്റ് നല്ല വൃത്തിയായിട്ട് കത്തുന്നുണ്ട്. ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ബാക്ക് സൈഡിലും കാര്യങ്ങളൊക്കെ നോക്കാം. ഉള്ളത് നമുക്കൊന്ന് കണ്ടു കളയാം. അപ്പോൾ നമ്മുടെ സാധാ 4 ഇൻഡിക്കേറ്റർ നമ്മൾ ആദ്യം ചെയ്തിരുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കാർഡിൽ വിടാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ആ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം സ്വിച്ച് ഓൺ ആക്കിയിരിക്കുമ്പോൾ അത് കത്തുന്നുണ്ട്. സ്വിച്ച് ഓഫാക്കി, അപ്പോൾ രണ്ടും ഓഫായി. ഇൻഡിക്കേറ്റർ ഇടുമ്പം 1 സൈഡ് മാത്രമേ കത്തുന്നുള്ളൂ. നമ്മൾ 4 ഇൻഡിക്കേറ്റർ സ്വിച്ച് ഒന്നും ഇടുവാണ്. അപ്പോൾ നമുക്ക് മീറ്ററിൽ അതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കും. നമ്മുടെ 4 ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം തിരിച്ച് സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ റിലേയും കാര്യങ്ങളൊക്കെ ചിലപ്പം സീറ്റിൻ്റെ അടിയിലായിരിക്കണമെന്നില്ല. ഇപ്പോൾ ജിക്സറിൻ്റെ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ടാങ്കിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്. അതുപോലെ പൾസറിൻ്റെ ഒക്കെ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു കവറിലാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, റിലേ എവിടെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ രാത്രിയിൽ ജസ്റ്റ് ഒരു വ്യൂ ആണിത്. നല്ല ഭംഗിയുണ്ട്, നല്ല മനോഹരമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളതൊന്ന് മറക്കാതെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും.